ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ ഒരു കലണ്ടർ വേണ്ടേ? വേണം. അപ്പം അതുണ്ടാക്കാം. അതും വെറൈറ്റി കലണ്ടർ. സാധാരണ നമുക്ക് ഈ കിട്ടുന്ന കലണ്ടർ മറ്റേ റെക്റ്റാങ്കിൾ നീളത്തിൽ നമ്മൾ ഈ ആണിയടിച്ച് തൂക്കിയിടുന്നതാണല്ലോ. പക്ഷേ ചേച്ചി വെറൈറ്റി കൊണ്ടാണല്ലോ വരുള്ളൂ. അതുകൊണ്ട് ഇന്നൊരു അടിപൊളി വെറൈറ്റി ഡെസ്കിൽ വെക്കാൻ പറ്റുന്ന കലണ്ടർ ഉണ്ടാക്കാം. അതാകുമ്പോൾ നമുക്ക് എന്നും കാണുകയും ചെയ്യാം. ഇത് ഭയങ്കര വെറൈറ്റിയാണ്. നിങ്ങൾ കണ്ട് നോക്കുക. നിങ്ങൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഈ പാറ്റേണിൽ പേപ്പർ വെട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഓരോന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ടൂലിപ്പ് ഫ്ലവർ ആയിട്ട് ഉണ്ടാക്കുന്നേ. അതിന് ഇത് പാറ്റേൺ നിങ്ങൾ വരയ്ക്കാനായിട്ട് ഒന്ന് പോസ് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ വരച്ചു കൊടുക്കുക, വെട്ടിക്കൊടുക്കുക. ഇതുപോലെയും വരയ്ക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഈ മടക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഉള്ളിലേക്കൊന്ന് മടക്കി താഴ്ത്തൊന്നും ഇടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി സിമ്പിളാണ്. എന്നിട്ട് അതൊന്ന് പുറകിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ ഫുൾ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി ഓരോ മാസമില്ലേ, 12 മാസത്തിൽ 12 പൂക്കൾ ഉണ്ടാക്കുക. ഓരോന്നിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് എഴുതുക. അപ്പോൾ ഞാൻ ഡിസംബറിനായിട്ടാട്ടോ മേരി ക്രിസ്മസ് എഴുതി. ഇതുപോലത്തെ പല കളറിലുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി. ഇനി നമ്മൾ കാലണ്ടറിൻ്റെ അത് എഴുതി കൊടുക്കുക. എന്നിട്ട് ഇതൊരു ബ്രൗൺ കളർ പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലീഫിന് വേണ്ടിയിട്ട് ഇതുപോലെ പച്ച പേപ്പർ ഇങ്ങനെ വെട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് നമ്മുടെ ടൂലിപ്പ് ഫ്ലവറില്ലേ അത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ എന്താ സംഭവം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ എല്ലാം വെച്ച് കഴിയുമ്പോൾ അടിപൊളിയാണ്. നമ്മളിനി ജാനുവരി 1 തീയതി തന്നെ ഇത് ഉണ്ടാക്കി വെക്കുക. അടിപൊളിയാണ്. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും മാർക്ക് ചെയ്യണമെങ്കിൽ സ്പെഷ്യലായിട്ട് ആ കലണ്ടറിൽ മാർക്ക് ചെയ്യുകയും ചെയ്യാം. ഇതുപോലെ തുറന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക.